മാധ്യമ വിചാരമാണ് എൻ്റെ സബ്ജക്റ്റ്. ശ്രീ കോൽസൺ വർഗീസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ യോഗമാണ്. എൻ്റെ പേര് കോൽസൺ, ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അവതാരം ഒരു ഡേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ ജോർജ് ജോസഫ്, ഈ മലയാളിയുടെ പത്രാധിപർ, ശ്രീ ജേക്കബ് റോയ്, മുൻ മലയാളം പത്രം എഡിറ്റർ, ശ്രീ മധു കൊട്ടാരക്കര, ന്യൂസ് 24. 2 പാനലിസ്റ്റ് ഉണ്ട്, ശ്രീ ഷിബു പിള്ള ആൻഡ് രാജീവ് പഴുവ് എന്ന് ചോദിച്ചില്ല. ഇതുവരെ കഥ, നോവൽ, ചെറുകഥ ഒക്കെ ഇങ്ങനെ വിവിധ എഴുത്തിലെ രൂപങ്ങളാണ് നമ്മൾ ഇതുവരെ ഇന്നലെ പോലും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓരോ സെഷനും വളരെയധികം ഗംഭീരമായിരുന്നു, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഈ അവസാന നിമിഷം വരെയുള്ളത്. ഇതിനിടയിൽ മാധ്യമങ്ങൾക്കുള്ള പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാധ്യമം ഇല്ലാതെ എഴുത്തില്ല. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. മാധ്യമങ്ങളാണ് ഈ എഴുത്തിനെ മുമ്പോട്ട് നയിക്കുന്നതും എഴുത്തുകാരനാക്കുന്നതും മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. രണ്ടാമത്, ഇതെന്തുകൊണ്ട് ഏറ്റവും അവസാനത്തെ സെഷനായിട്ട് മാറ്റിവെച്ചു എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഡിന്നർ കഴിക്കുമ്പോൾ ഏറ്റവും അവസാനം കഴിക്കുന്നത് എന്താണ്? സ്വീറ്റ്, right? This is the sweetest session of this celebration. So let me introduce the guest of this evening. ആദ്യമായിട്ട് ശ്രീ ജോർജ് ജോസഫ്. അദ്ദേഹത്തെ അറിയാൻ മേലാത്ത ആൾക്കാരിവിടെയില്ല. അദ്ദേഹം ഈ മലയാളിയുടെ ചീഫ് എഡിറ്റർ. 17 വർഷക്കാലം മലയാള മനോരമയിൽ പ്രവർത്തിച്ചതിന് ശേഷം അമേരിക്കയിൽ എത്തി. ഇന്ത്യ അബ്രോഡിലും വിവിധ മാധ്യമ പ്രവർത്തനങ്ങളിലും ഇന്നും സജീവമായിട്ട് നിൽക്കുന്ന, മാധ്യമത്തിൻ്റെ രക്തം തുടിക്കുന്ന ശ്രീ ജോർജ് ജോസഫ്. അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ജേർണലിസം, അതാണ് നമ്മുടെ വിഷയം. എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ജേർണലിസം. മാധ്യമങ്ങൾ നിഷ്പക്ഷരാകണം എന്നാണ് നമ്മൾ എപ്പോഴും പറയാറ്. അവർ ജനങ്ങളുടെ കൂടെയാണ്. പക്ഷെ ആരാണ് ജനങ്ങൾ? ഈ വലിയൊരു ജനക്കൂട്ടമാണോ ജനങ്ങൾ എന്ന് പറയുന്നത്? തെറ്റായ മുദ്രാവാക്യങ്ങളുമായിട്ട് തെരുവിലിറങ്ങുന്ന ആൾക്കാരല്ല, ആ ഒരു വലിയ കൂട്ടമല്ല ജനങ്ങൾ എന്ന് പറയുന്നത്. വലിയ പുരുഷാരം ചെറിയ മനുഷ്യരുടെ മേൽ നടത്തുന്ന അനീതി അതാരാണ് ഏറ്റെടുക്കേണ്ടത്? അതിനാണ് മാധ്യമങ്ങൾ. ഇപ്പോഴത്തെ ദൃശ്യ മാധ്യമ സംസാരം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചോദിച്ചും പറഞ്ഞും ഒപ്പം അവതാരകർ അവരുടെ രാഷ്ട്രീയ ലക്ഷണങ്ങൾ മുമ്പോട്ട് വെച്ചിട്ട് ഇന്ന് ചില രാത്രികൾ പോലും നമുക്ക് ഉറങ്ങാൻ കിടന്നാൽ ഈ മാധ്യമ ചർച്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മുടെ പൾസ് മുഴുവൻ ചൂടാക്കി രാത്രിയിലും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന മാധ്യമ ചർച്ചകളുണ്ട്. പക്ഷെ ഇന്ന് മാധ്യമ ചർച്ചകൾ ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഇൻസ്റ്റാഗ്രാം മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ചില സത്യം പോലെയുള്ള, സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കള്ളം സത്യമായിട്ട് പറയുന്ന മാധ്യമങ്ങളുണ്ട്. ഇപ്പൊ പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ കാണുന്ന ഈ ഇൻസ്റ്റന്റ് മെസ്സേജസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഈ സംസാരം ഒന്ന് ലിമിറ്റ് ചെയ്ത്, ഇത് വളരെ ചെറിയൊരു സെഷനാണ്, അതിന് വേണ്ട ഒരു മര്യാദ നമ്മുടെ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ സത്യങ്ങളില്ല, വ്യാഖ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് സത്യമാണെങ്കിലും നാളെ നമുക്ക്, ഏത് കള്ളമാണെങ്കിലും നാളെ നമുക്ക് സത്യമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ട് വളരെയധികം നമ്മൾ വാച്ച് ചെയ്യണം. അതിന്റെ പുറകിലുള്ള ഫിക്ഷൻസ് നമ്മൾ സൂക്ഷിക്കുകയും വേണം. ഫാക്ച്വൽ ട്രൂത്ത് ഉണ്ട്, അതുപോലെ എംപെരിക്കൽ ട്രൂത്ത് ഉണ്ട്. നമ്മൾ ചിലതൊക്കെ സത്യങ്ങൾ, റിയൽ ട്രൂത്ത് ഉണ്ട്. പക്ഷെ നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ഈ ചില മാധ്യമങ്ങള് കള്ളത്തരങ്ങൾ പറയും. എന്നാൽ ഈ കള്ളം പറയുന്നവർക്ക് പറയാം അതിന്റെ പുറകിൽ ഒരു സത്യമുണ്ട്. പക്ഷെ ഈ തള്ളലുണ്ട്, ബുൾഷിറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന തള്ളൽ, അത് നടത്തുന്ന മാധ്യമങ്ങളുണ്ട്. മാധ്യമങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയക്കാരുമുണ്ട്. നിങ്ങളുടെ കെട്ടുനാല് പോലും പറിച്ചുകൊണ്ട് പോകും അവർ പറിച്ചുകൊണ്ട് പോകും എന്ന ചില ആളുകൾ, ചില രാഷ്ട്രീയക്കാർ പറയാറുണ്ട്.
നിങ്ങളുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെ അവർ ഭക്ഷിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഇതൊക്കെ വെറും തള്ളലുകളാണ്. ഇതിന്റെ പുറകിൽ ഒരു യാഥാർത്ഥ്യവുമില്ല എന്ന് തിരിച്ചറിയാം. പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ തള്ളലാണോ രാഷ്ട്രീയമാണോ ഇത് കള്ളങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നാളെ സത്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ വിലയുണ്ട്, വലിയ ധർമ്മമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് ശ്രീ ജോർജ് ജോസഫിനെ ക്ഷണിക്കുന്നു. നവ മാധ്യമ രീതിയിലെ രാഷ്ട്രീയ ശരികളും നിഴലെടുത്തു. ഈ വേദിയിൽ ഒരല്പം അസ്വസ്ഥതയോടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇന്നലെയും ഇന്നും കേട്ട ചർച്ചകളെല്ലാം അതിഗഹനമായ വിഷയങ്ങളെ പറ്റിയായിരുന്നു, അതിഗഹനമായ ചർച്ചകളായിരുന്നു. പകുതി മുക്കാലം എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ എന്ന് ഞാൻ പിന്നെ ധരിച്ചു. പക്ഷെ ഞങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. വളരെ സിമ്പിളാണ്. അത് ഈ മനോരമയിൽ ചേർന്നപ്പം അന്ന് അവിടെ ഒരു ചൊല്ലുണ്ടായിരുന്നു, ഈ മറിയാമ്മയ്ക്ക് മനസ്സിലാവണം, ആ രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. മറിയാമ്മ എന്ന് പറഞ്ഞാൽ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചൊരു സ്ത്രീ, അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെ നമ്മൾ എഴുതാവുള്ളൂ. എന്തെഴുതിയാലും അവർക്ക് മനസ്സിലാവണം. അപ്പോൾ അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പത്രങ്ങൾ എഴുതുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഈ ഇന്റൻസിറ്റി ഈസ് ഗെയിൻഡ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ക്ലാരിറ്റി. ക്ലാരിറ്റി ഒത്തിരി ആയി പോകുമ്പോൾ ഇന്റൻസിറ്റി കിട്ടുന്നില്ല. മുട്ടത്തോറിക്കയുടെ നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് അന്നേരം തന്നെ അത് മുഴുവൻ പിടിച്ചെടുത്തു. പിന്നെ നമുക്ക് രണ്ടാമതൊന്നും വായിക്കേണ്ടതില്ല. മുട്ടത്തോറിക്കയുടെ ആരാധികമാരൊക്കെ ഉണ്ട് ഇവിടെ. എന്നാലും പിന്നെ നേരെ മറിച്ച് അതേ ഭാഷയിൽ അതേ രീതിയിൽ തന്നെയാണ് ബഷീർ എഴുതുന്നതെങ്കിലും അത് വീണ്ടും നമുക്ക് വായിക്കാനായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം മാന്ത്രിക പൂച്ച എത്ര ചെറിയ കുട്ടിയെ പറ്റി എഴുതി. ആ കുട്ടിക്ക് ഇപ്പം 19 വയസ്സുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയാണ് ഇപ്പോൾ. അപ്പം എങ്കിലും നമ്മൾ ഇന്നത് വായിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ആ കുട്ടിയാണ് കാണുന്നത്, 60 വയസ്സുള്ള സ്ത്രീയല്ല കാണുന്നത്. അപ്പൊ ആ ലാംഗ്വേജിൽ അതിന്റെ ഇടയ്ക്ക് എന്തോ ഉണ്ട്. മുട്ടത്തോർക്ക് എഴുതുന്നതിൽ പിന്നെ ബഷീർ എഴുതുന്നതിൽ തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇന്നത്തെ ചർച്ചകളിൽ എനിക്ക് ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ളത്, ഈ മലയാള ഭാഷയെ പറ്റി നമ്മൾ പറയുന്നു. മലയാള ഭാഷയിൽ തന്നെ എഴുതണമെന്നുണ്ടോ? മലയാളം എഴുതിയാൽ പോരെ, അതോ മലയാള ഭാഷയിൽ തന്നെ എഴുതണമെന്നുണ്ടോ? ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ട ഒരു സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ഈയിടയ്ക്കിറങ്ങിയ ഏറ്റവും വലിയ പുസ്തകം ഡോക്ടർ ഇബ്രാഹിം വർഗീസിന്റെ പുസ്തകം, അത് കവനന്റ് ഓഫ് വാട്ടർ, 720 പേജുണ്ട്. പിന്നെ അത് പിന്നെ അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അത് മുഴുവൻ നമ്മുടെ കേരളവും ആ ഭാഗം ആണ്, കുട്ടനാടും ആ ഭാഗം മുഴുവനാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മലയാളി തന്നെ എഴുതി പിന്നെ മലയാളത്തിൽ തന്നെ എഴുതണം എന്നുള്ളൊരു നിർബന്ധം നമ്മൾ വെക്കേണ്ടതുണ്ടോ എന്ന് ഇനി അടുത്ത ലാലായി നമുക്കൊന്ന് ചർച്ച ചെയ്യണം. ഇംഗ്ലീഷിൽ എഴുതിയാലും പോലെ മലയാളം എഴുതിയാലും മതി. മലയാളത്തിൽ വേണമെന്ന് തന്നെ നിർബന്ധമില്ല. കാരണം മലയാളം എന്തായാലും ഇല്ലാതാകാനൊന്നും പോകുന്നില്ല, ആ ഭാഷ നിലനിൽക്കുകയും ചെയ്യുന്നു നമുക്കറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നമ്മുടെ പത്രസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് ഈ ഒരു 60-65 വർഷമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമം, ഏറ്റവും വലിയ പത്രം മനോരമയാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ പത്രം മാതൃഭൂമിയാണ്. ഇതിനെ രണ്ടിനെയും കവച്ചു വെക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഏറ്റവും വലിയ മാധ്യമം മനോരമയോ മാതൃഭൂമിയല്ല, ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റ് ആയിരുന്നു ഒരു 10-20 വർഷത്തോളം ഏഷ്യാനെറ്റ് ആയിരുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടത് എന്താ, 1-2 മാസം മുമ്പാണ് കണ്ടത്, പിന്നെ ഏഷ്യാനെറ്റിനെ കവച്ചു വെച്ചുകൊണ്ട് 24 ചാനൽ മുന്നിൽ വന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് റിപ്പോർട്ടർ ചാനൽ വന്നു. അപ്പൊ തന്നെ മനസ്സിലായി ഈ റേറ്റിംഗ് എന്ന് പറയുന്നത്, ഈ ചാനലുകളുടെ ഈ റേറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ല എന്നാണ് അതോടുകൂടി എനിക്ക് മനസ്സിലായത്. പത്രങ്ങളുടെ സർക്കുലേഷൻ പോലൊന്നും വലിയൊരു സംഭവമല്ല എന്നെനിക്ക് തോന്നിപ്പോയി. അപ്പൊ ഈ പത്രങ്ങള് ഈ റേറ്റിംഗ് കിട്ടാനും ഈ മാധ്യമങ്ങള് ഇതിനു വേണ്ടിയൊക്കെ നെട്ടോട്ടം കൂടുന്നുണ്ടെങ്കിലും ഇന്നിപ്പം ഒരു കാലത്ത് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, മനോരമയിൽ നിന്ന് ഒരാൾ വരാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ മനോരമയിൽ നിന്ന് ആൾ വരുന്നവരോട് കാത്തിരിക്കും. കാരണം മനോരമയിൽ വരണം. പിന്നീട് ഏഷ്യാനെറ്റിൽ നിന്ന് ഒരാൾ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഇന്നിപ്പം ആരെങ്കിലും വരുന്നതിന് വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുമോ? എനിക്കൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇവിടെ നമ്മുടെ ക്യാമറ ഇരുന്ന് ജേക്കബ് അവിടെ നിന്ന് സ്ട്രീം ചെയ്താൽ മതി. ആ സമയം തന്നെ ലോകം മുഴുവൻ ആർക്ക് വേണേലും കാണാം. അന്നേരം തന്നെ ആ വാർത്ത വന്നു. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞോ ഞാൻ നീട്ടിപ്പരത്തി ഈ ഭയങ്കര സംഭവമായിരുന്നു ഇവിടെ നാനാ ചർച്ചയിൽ അതിഭയങ്കര സംഭവങ്ങളൊക്കെ നടന്നു പറഞ്ഞ് എഴുതി പിടിപ്പിച്ചാൽ അത് ആളുകൾ അന്നേരം തന്നെ തത്സമയം തന്നെ കണ്ടുകഴിഞ്ഞു. അപ്പൊ മാധ്യമങ്ങള് അങ്ങ് മാറിപ്പോയി. നമ്മൾ വിചാരിക്കുന്ന പോലെ പിന്നെ ഇന്ന് ഏതാണ് മാധ്യമം എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വാർത്തകൾ, ഒരു കാലത്ത് നമ്മൾ പത്രം വായിച്ചാലാണ് നമ്മൾ വാർത്തകൾ അറിയുക. അപ്പൊ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് നമ്മൾ പത്രങ്ങളിലൂടെയാണ്, പിന്നെ TV ഉണ്ടായിരുന്നു, പിന്നെ റേഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ പ്രധാനമായിട്ടും പത്രങ്ങളിലൂടെയാണ് പിറ്റേ ദിവസം പല ആളുകളും അറിഞ്ഞിരുന്നത്. ഇപ്പൊ TV പിന്നെ റേഡിയോ ഇല്ലായിരുന്നവരും ഒക്കെ അല്ല ഒരു കാലത്ത്. ഇന്നിപ്പോ എന്താണ്, വാർത്തകൾ നമ്മൾ പത്രം വായിക്കേണ്ട, നമ്മൾ ഒന്നിലും അംഗമാകേണ്ടതില്ല. പക്ഷെ വാർത്ത നമ്മെ തേടിയെത്തും.
വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ ആരെങ്കിലും വിളിച്ചു പറഞ്ഞത് അത് അന്നേരം തന്നെ നമ്മളെ തേടിയെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വാർത്തയുടെയൊക്കെ ആ കാലം, പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും കാലം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ് മാധ്യമം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിരിക്കുന്നു. ഏതാണ് മാധ്യമം? മനോരമയാണോ, ഏഷ്യാനെറ്റാണോ, അതോ മറുനാടൻ മലയാളിയാണോ? ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് ഈ സോഷ്യൽ മീഡിയയും അതൊക്കെ ശക്തിപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ചിലതൊക്കെ ഒളിച്ചു വെക്കുന്നു, ചിലതൊക്കെ മുഴുവൻ പറയുന്നില്ല, ചിലതൊക്കെ പറഞ്ഞത് പോരാ എന്ന് വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പൊ മറുനാടൻ മലയാളികളെ പോലെ ഈ മറ്റു മാധ്യമങ്ങൾ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ ഒഴിവാക്കുന്ന കാര്യങ്ങൾ അവരങ്ങ് പറയാൻ തുടങ്ങി. അതിന്റെ പിന്നിൽ ഇതാണ് കാര്യം, ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ ആ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് മീഡിയയുടെ ആരാധകരായി മാറി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ട്രഡീഷണൽ മാധ്യമങ്ങൾ അവരുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. ഈ ഒരു കാലം ഇനി ഇത് എത്ര കാലം പോകും? ഈ കേസുകളും മുക്കാറുകളും എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഈ നവമാധ്യമങ്ങളെ ഇല്ലായ്മ ചെയ്യാനോ എന്തെങ്കിലും അവ ഒഴിവാക്കപ്പെടാനോ പറ്റുന്ന ഒരു കാലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മാധ്യമങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതിപ്പോ കേരളത്തിലെ ഒരു സ്ഥിതി നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പൊ ഞാൻ കാണുന്ന ഒരു 3 വിഭാഗം ജനങ്ങളുണ്ട്. നമ്മളുണ്ടായിരുന്ന കാലത്തുകൊണ്ട് രാഷ്ട്രീയക്കാർ പണ്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോ പുതുതായിട്ട് കേരളത്തിൽ ചെന്ന് നോക്കിയാൽ വേറെ ഒരു 2 കൂട്ടരെ കൂടെ കാണാം. ഒന്ന് എഴുത്തുകാർ, അതുപോലെ തന്നെ സിനിമാക്കാർ. ഒന്നുകിൽ എഴുത്തുകാരനായിരിക്കും അല്ല സിനിമാക്കാരനായിരിക്കും. അങ്ങനെയല്ലാത്ത ആരെങ്കിലും കേരളത്തിൽ നിന്നുണ്ടോ? കേരളത്തിൽ നിന്ന് ആ പുസ്തകങ്ങൾ ഇറങ്ങുന്ന പുസ്തകങ്ങളും അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഇടം നോക്കുക. ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ, പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവര് പിന്നെ സോഷ്യൽ മീഡിയയിൽ അവർ സ്വന്തമായ ഒരു അക്കൗണ്ട് എടുത്ത് സ്വന്തമായിട്ട് എഴുതും. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇത് ഈ എഴുത്തും സിനിമകളും ഇങ്ങനെ അങ്ങോട്ട് അതിപ്രസരം വന്നതോടുകൂടി നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. ഇതിലേക്ക് ഏതൊക്കെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം, ഏതൊക്കെ സിനിമകൾ നമ്മൾ കാണണം. ഈ പണ്ടൊക്കെ നമുക്കറിയാം ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചില്ലെങ്കിൽ നമ്മളൊരു ഇല്ലിറ്ററേറ്റ് ആണെന്ന് നമുക്ക് കണക്കാക്കാം. അത് വായിച്ചിട്ടില്ലാത്ത ഒരാളെ പറ്റി നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. പക്ഷെ ഇന്നിപ്പം ഇറങ്ങുന്ന പുസ്തകങ്ങളിൽ എത്രയെണ്ണം നമ്മൾ വായിച്ചിരിക്കണം, എത്രയെണ്ണം നമ്മൾ വായിച്ചാലേ നമ്മൾ ലിറ്ററേറ്റ് ആണെന്ന് പറയാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഏതൊക്കെ സിനിമ കണ്ടാലേ നമ്മൾ ഒരു സിനിമ കണ്ടു ആസ്വദിച്ചു എന്ന് പറയാൻ പറ്റൂ. ആ അവസ്ഥ വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷനാണ് മാധ്യമരംഗത്ത് മൊത്തത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാലത്ത് ഈ ഇതിലെ സത്യമേത് ഈ തെറ്റേത് എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ കൂടെ വരുന്നു. ഇപ്പം ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആദ്യത്തെ വാർത്ത തന്നെ ഒരു വ്യാജ വാർത്തയായിരുന്നു. ഏതാ ചെകുത്താൻ വന്ന് ഹവായോട് പറയാണ്, എന്താ ഈ പഴം കഴിച്ചു, ഉഗ്രൻ സാധനമാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെയാവുന്നത്. അപ്പൊ ആ വ്യാജ വാർത്ത കേട്ട് അവർക്കെന്നാ ഒന്ന് ഗൂഗിളിലൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഗൂഗിളില്ലായിരുന്നു അല്ലേ? അങ്ങനെയുള്ളത് അബദ്ധം പറ്റിപ്പോയി എന്നുള്ളതാണ്. അപ്പം ദൈവം അത്രയും ക്രൂരമായിട്ടൊന്നും അവരെ പുറത്താക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അബദ്ധം പറ്റിപ്പോയതല്ലേ. വ്യാജ വാർത്ത ചെക്ക് ചെയ്യാനുള്ള അവസരം ഇല്ലായിരുന്നു. എന്തായാലും ഈ വ്യാജ പരിപാടികൾ ഇത് ഉണ്ടെങ്കിലും അമേരിക്കയിലൊക്കെ ഈ കേരളത്തിലെ പോലെ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിലും അതേ രീതിയിൽ നമുക്ക് ഇവിടെ പെരുമാറാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഞാനും കേരളത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറുനാടനൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ മസാല ചേർത്തൊക്കെ സാധനങ്ങൾ എഴുതുമായിരുന്നു, അല്ലെ പറയുമായിരുന്നു. ഇവിടെയാകുമ്പോൾ നമുക്ക് അതിനുള്ള ധൈര്യമില്ല. ഒരു വാക്കിന്റെ പേരിലും ഒരു വാചകത്തിന്റെ പേരിലും ഒക്കെ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നു. അങ്ങനെ 1-2 തവണ കോടതി കയറി കഴിയുമ്പോൾ നമുക്ക് തന്നെ മടുക്കും. എങ്ങനെയെങ്കിലും ഇത് ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ 3-4 വർഷം എടുക്കുക ഇത് ഊരിപ്പോരാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ തന്നെ കെയർഫുള്ളാകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഇനി ഈ പറഞ്ഞതിന്റെ കൂടെ ഒരു ഒറ്റ വാചകം കൂടി, ഒരു ഷാഡോ റൈറ്റിങ്ങിനെ പറ്റി പറയുന്നു. നിഴലെടുത്ത് ഷാഡോ റൈറ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ മലയാളികൾക്ക് നോക്കിയാൽ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി. ആ കമന്റ് സെക്ഷനിൽ ആളുകൾ എഴുതുന്നത് എന്തൊക്കെയാണെന്ന്, അത് ഒരുവിധപ്പെട്ട വൃത്തികേടുകളും ഒരുവിധപ്പെട്ട മോശമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കത്തില്ല, ഉറപ്പായിട്ട് കൊടുക്കത്തില്ല. ചിലതൊക്കെ എത്ര നിങ്ങളത്തെ അങ്ങോട്ട് എഴുതി വെക്കും. അതിന്റെ നമ്മൾ നോക്കും കുറേ വായിച്ചു കുഴപ്പമില്ല, അതിന്റെ ഇടയ്ക്ക് ഓരോന്നും തിരികെ വെച്ചിട്ടുണ്ടാവും. അത് പലരും നമ്മൾ വായിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഇവിടെ ഇരിക്കുന്ന എഴുത്തുകാരിൽ പലരും മീനുമൊക്കെയാണ് നിരന്തരം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, തട്ടിക്കളയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നിർത്തിക്കളയാൻ പറ്റും, അതുകൊണ്ട് പറ്റില്ലതാനും. കാരണം ഒരു ഇന്ററാക്ഷന്റെ പ്രശ്നമാണ്. ഇങ്ങനെ ആളുകള് ഷാഡോ റൈറ്റിംഗ് എന്നാല് പേര് വെച്ച് ഇപ്പം ന്യൂയോർക്ക് ടൈംസിലൊക്കെയാണ് പേര് വെച്ച് കൃത്യമായിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് അവർ കൊടുക്കുള്ളൂ. അങ്ങനെ കൊടുക്കാനുള്ള സംവിധാനം നമുക്കില്ല. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ ചിലപ്പോൾ നമ്മുടെ ഉറ്റ സുഹൃത്തായിരിക്കും ഈ കള്ളപ്പേര് എഴുതി വെക്കുന്നത്. നമ്മളറിയില്ല. അയാള് നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളായിരിക്കും. അയാൾക്ക് നേരിട്ട് പറയാൻ പറ്റത്തില്ല.
ഇങ്ങനെയൊക്കെയുള്ള ഷാഡോ റൈറ്റിംഗ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അത് നടക്കുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രതിരോധിക്കാൻ നോക്കുകയും ചെയ്യുന്നു. പിന്നെ ഇതിനൊക്കെ ഒരു ഫീഡ്ബാക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ബിന്ദു ടി ജി പിന്നെ കവിത എഴുതിയെ പറ്റി പറയുന്നത്, അത് ഈ മലയാളി കൊടുത്ത ഉടനെ തന്നെ അതിന്റെ പ്രതികരണം വരും. ഒരു 5-10 പേര് നല്ലതാണെന്നോ മോശമാണെന്നോ അന്നേരം തന്നെ പറയും. അത് കേൾക്കുമ്പോൾ ഒരു നമുക്കറിയാമല്ലോ, അതിന്റെ ആ ഒരു പ്രതികരണം കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്കായി എന്ന് പറയുന്നത് പോലെ അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. പക്ഷെ ഇത് തീരെ ഇല്ലാതാക്കാനാവില്ല. പക്ഷേ അതിലെ സംവേദനമായ പിന്നെ ഭാഷയും അതുപോലെ തന്നെ ആളുകളെ ആക്ഷേപിക്കുന്നത്, അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും മോശമായിട്ടൊക്കെ പറയുകയും ചെയ്യുന്നത് അത് പിന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് പ്രതിരോധിക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് സമാന്തര മാധ്യമങ്ങളിലെ ശരിയും തെറ്റും അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ജേക്കബ് റോയിയെ ക്ഷണിക്കാം. എന്നോട് സംസാരിക്കാൻ പറഞ്ഞ സബ്ജക്റ്റ് സമാന്തര മാധ്യമങ്ങളുടെ ശരിയും തെറ്റും. അതിനെപ്പറ്റി നിർവചിക്കാൻ, എൻ്റെ ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ ഞാൻ ആളല്ല. സമാന്തര മാധ്യമങ്ങളുടെ കടന്നുകയറ്റം എന്ന് പറയുന്നത് എന്ന് നമ്മുടെ നാട്ടിൽ ടി വികളുടെ തത്സമയ പ്രക്ഷേപണം തുടങ്ങി അന്ന് തുടങ്ങി. എൻ്റെ സുഹൃത്ത് സുരേഷ് കുറുപ്പ് പണ്ട് അമേരിക്കയിൽ വന്ന് നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പറഞ്ഞു, ടി വിക്കാരെ കൊണ്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പം തത്സമയം കൂട്ടത്തിലുണ്ട് ടി വി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ സാധാരണ രാഷ്ട്രീയക്കാരെല്ലാവരും യാത്രയെ കഴിഞ്ഞ് ഒരു മീറ്റിംഗ് വരുമ്പോൾ അവർക്ക് ഏറ്റവും സന്തോഷം സ്വാഗത പ്രസംഗികൻ നീണ്ടു പ്രസംഗിക്കും. ആ സമയത്താണ് ഞങ്ങളെല്ലാം കസേരയിൽ ഉറങ്ങുന്നത്. പക്ഷെ ഇപ്പം ടി വിക്കാർ തത്സമയം ഞങ്ങൾ ഉറങ്ങുന്നു എടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാം ബലം പിടിച്ചാണ്. അതിലേറ്റവും നല്ലൊരു അബദ്ധം പറ്റിയത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു മീറ്റിംഗ് സംബന്ധിക്കുവാൻ ഇതുപോലെ സ്റ്റേജിൽ ഇരിക്കുന്നു. ഇതുപോലത്തെ ചെറിയ കസേരയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സംഘാടകര് ചായ കൊടുക്കും, എല്ലാവർക്കും കടിക്കാൻ ബിസ്ക്കറ്റ് കൊടുക്കും. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രായമായി മേശ ചെറുതാണ്. ചായ എടുത്ത് പുള്ളി ആ കസേരയുടെ താഴെ വെച്ചു, ബിസ്ക്കറ്റ് ഓർന്നെടുത്തു. ആ ബിസ്ക്കറ്റ് ചായയും ബിസ്ക്കറ്റ് അല്ലേ ചായയെ മുക്കും, അത് കുതിരും. അതെടുത്തപ്പോൾ താഴോട്ട് കൊടുക്കും. വെള്ളാപ്പള്ളി പ്രായമായ അതല്ല കാർന്നവർക്ക് താഴെ വിരലുകൊണ്ടെടുത്ത് വായിൽ വെച്ചു. ഇത് ഈ തത്സമയ വീഡിയോക്കാരാണ് സൂം ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ആ ചാനലിലെ 2 ഭാഗത്തേക്ക് എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളി നടേശന്റെ പേര് വന്ന് എന്നേരെ ഈ ബൈറ്റാ വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ബിസ്ക്കറ്റ് കൊടുക്കും. അവസാനം ഇവർ ഇടപെട്ട് നേരിട്ട് പറഞ്ഞ് അത് മാറ്റിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ലൈവ് ഇത് കണ്ടത് ഏറ്റവും ഭീകരവും ക്രൂരവുമായത് ഇന്ന് നമ്മുടെ മാധ്യമലോകത്ത് എപ്പോഴും പറയുന്നതാണ്. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കുളത്തിൽ ഒരു സാധു മനുഷ്യനെ ഒരു മാനസിക ഒരു വെള്ളത്തിൽ മുക്കിക്കൊണ്ടു. അത് ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യും. അപ്പൊ കേട്ടറിവ് അവരുടെ ചാനൽ എന്ന് പറഞ്ഞു, നീ ക്യാമറയിൽ കൈയെടുത്തിട്ട് കംപ്ലീറ്റ് എടുത്തുകൊണ്ടിരിക്കും. അത് കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു. അത് മൊത്തം ക്രിറ്റിസൈസ് ചെയ്താണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു. ഇതാണ് നമ്മുടെ സമാന്തര മാധ്യമങ്ങളുടെ തുടക്കം. അത് കഴിഞ്ഞാണ് നമ്മുടെ സോഷ്യൽ മീഡിയ, വാട്സപ്പ് കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് വരുന്നത്. ആ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അമേരിക്കയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഒരാൾ ബ്രോൺസ് പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് കണ്ടത്തിക്കുടിയാണ്. എന്നാൽ ആരും മീഡിയ എടുത്തിട്ടില്ല. പക്ഷെ കണ്ടത്തിക്കുടിയച്ച ഞായറാഴ്ച പള്ളി പ്രസംഗിച്ചായിരുന്നു. ഏത് ഫംഗ്ഷനിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞാലും പുള്ളി ആദ്യം ചെയ്യുന്നത് പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ എടുത്തിട്ടുണ്ട്. പുള്ളിയുടെ പ്രസംഗം പുള്ളി തന്നെ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അതെല്ലാം ഫയൽ ചെയ്യും. അപ്പോൾ ഒരിക്കലും അച്ഛനോട് ചോദിച്ചു, എന്തിനാണിത്? ഞാനൊരു അച്ഛനാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരാൾ പറയുകയാണ്, അച്ഛൻ അന്ന് അങ്ങനെ പറഞ്ഞു, എനിക്ക് എന്നേരം പ്രൂഫാണ്. അതുപോലെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഇവരെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ബൈറ്റെല്ലാം എടുത്തു വെച്ചിരിക്കണം. എന്ത് പറഞ്ഞാലും നമുക്ക്. അതുപോലെയാണ് പിണറായി സർക്കാരിൻ്റെ ആദ്യ ഗവൺമെന്റ് പിണറായി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, പിണറായി വിജയന്റെ വീട് സോഷ്യൽ മീഡിയയിൽ അതൊരു ഓളമായിട്ടെങ്കിലും വന്ന് അത് കേരളം കഴിഞ്ഞ് ഇന്ത്യ കഴിഞ്ഞ് ലോകം മൊത്തം മലയാളികളും മൊത്തം പിണറായി വിജയന്റെ വീടങ്ങ് ആഘോഷിക്കണം. കോടിക്കണക്കിന് വിലയുള്ള വീട്.
പക്ഷേ ഈ ഓളം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഗൾഫിൽ വരുന്ന ഒരാൾ ചങ്കുകുട്ടി കരയുകയും, കാരണം അയാൾ കടുപൊടിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് അയാൾ കൊടുത്ത വീട്, അയാൾ പറയുന്നത് ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീടാണ്. ഈ ഓളത്തിന് അതൊന്നും ആരും കേൾക്കുന്നില്ല. അവസാനം ഇത് പബ്ലിഷ് ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും നിങ്ങൾ നാട്ടിൽ പോയ ഒരു സാധാരണ ഒരാളോട് പിണറായി വിജയന്റെ വീടിനെ പറ്റി ഒന്ന് സംസാരിച്ചാൽ ഇപ്പോഴും പറയും പിണറായി വിജയന് കൂടിക്കിടക്കേണ്ട വീടല്ലേ. കാരണം അത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടിച്ച് ആൾക്കാരിലേക്ക് തള്ളിക്കയറിയിരിക്കുകയാണ്. അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇതാണ് സോഷ്യൽ മീഡിയ. അവർ ഫാക്ട് തിരക്കുന്നില്ല. അപ്പൊ ആ സമയത്താണ് എനിക്കൊന്നൊരു പാർലമെന്റ് ഇലക്ഷൻ നടന്നു. ഓഫ്കോഴ്സ് പിണറായി വിജയന്റെ നാട്ടിൽ പോയി വോട്ട് ചെയ്യുക. അപ്പം മീഡിയകളെല്ലാം കൂടി ചെല്ലും പിണറായി വിജയന്റെ വോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അവിടുത്തെ സഹാക്കൾ ഈ മീഡിയക്കാരെ എല്ലാവരെയും തടഞ്ഞു നിർത്തി നിങ്ങൾ പിണറായി വീട് കാണണം ബലമായിട്ട്. പക്ഷെ ഇവര് കണ്ടു, ഇവരെ തടഞ്ഞ കാര്യമോ ഇവരെ ബലമായിട്ട് കൊണ്ടുപോയ കാര്യം ഒരൊറ്റ മീഡിയയിൽ വന്നില്ല. കാരണം അത് മീഡിയയിൽ വരണമെങ്കിൽ യഥാർത്ഥ വീട് കാണിക്കണം. അതവർ കാണിക്കണം, അവർ മുക്കി. അത് കാരണം അത് ഇപ്പോഴും അതുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ പണ്ടത്തെ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനം ജനക്കേറിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു യൂട്യൂബർ വിജയ് പി നായർ, ഈസ് എ ഫ്രോഡ് സൈക്യാട്രിസ്റ്റ്. പുള്ളിയുടെ പണി എന്ന് പറഞ്ഞാൽ മറ്റുള്ള സിനിമാ ഫീൽഡിലുള്ള സ്ത്രീകളെ പറ്റി വളരെ മോശമായി ആൾക്കാർക്ക് കേൾക്കുമ്പോൾ രസിക്കാനും രതിസുഖമുള്ളതായ വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെതിരെ ആദ്യമായിട്ട് പ്രതികരിച്ചത് നമ്മുടെ കേരളത്തിലെ ഡബിങ് ആർട്ടിസ്റ്റ് ഒത്തിരി അവാർഡ് കിട്ടിയ ഭാഗ്യലക്ഷ്മിയും കൂട്ടി. നിങ്ങൾ എല്ലാവരും കണ്ടാണ് ആ വീഡിയോ. ഇവർ ചെന്ന് ഇയാളെ കരിയോയിൽ ഒഴിച്ചു. ഭാഗ്യലക്ഷ്മിയുടെ സൗണ്ടും എത്രയോ മനോഹരമായ സൗണ്ട്, പല പല രൂപത്തിലും ഭാവത്തിലും സംസാരിക്കുന്ന സിനിമകളിലുള്ള ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ വായിൽ നിന്ന് പൂമോനെ എന്തെല്ലാം കേൾക്കുമ്പോൾ അമേരിക്കയിൽ കിട്ടെ എനിക്ക് പോലും കോമേര് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് തോന്നുന്നു. അത് കാണുമ്പോൾ അത് കേട്ടിട്ട് നായരെ ഒരുഷ്ണമില്ലല്ലോ ആസ്വദിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഫ്രോഡ് ഇതിന് ഞാനിപ്പം ഭാഗ്യലക്ഷ്മി ചെയ്ത് ശരിയാണെന്നല്ല പറയുന്നത്. ഇതുപോലത്തെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുപോലെയുള്ളത് ഇപ്പം നിന്നിരിക്കുകയാണ്. കാരണം ആൾക്കാരെ എന്തും വടിയെടുത്ത് അടി തുടങ്ങിയോ അതോടെ ഇങ്ങനത്തെ ഇത് നിന്നു പോയിരിക്കുകയാണ്. വേറൊന്ന് ഈയിടെ നമ്മൾ കണ്ടത് ഈ ഹേമ റിപ്പോർട്ട്, കാസ്റ്റിംഗ് കൗച്ച്, അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും ഈ സോക്കോൾഡ് യൂട്യൂബേഴ്സ് ഇവരെല്ലാം ക്യാമറയായിട്ട് നടക്കുകയാണ്. എങ്ങനെയാണ് ഇതെടുക്കുന്നത്? ക്യാമറ വീഡിയോ ഫോൺ. അപ്പോഴാണ് ഒരു ഇന്റർവ്യൂ നടത്തി ഒരു സ്ത്രീയോട് ചോദിച്ച് അവസാനത്തെ ചോദ്യം, അപ്പൊ മാഡം ഈ ലെവലിൽ വരാൻ എത്ര പേരുടെ കൂടെ കിടന്നിട്ടുണ്ട്? അവർ വളരെ വിദഗ്ധമായിട്ട് അതിൽ നിന്ന് മാറിക്കളഞ്ഞു. പക്ഷേ ഇവർ ഇൻസിസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ എടുത്തു പറയും, നിനക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരുമില്ല, നിന്നോട് ഞാൻ പ്രതികരിക്കുന്നത് ഏറ്റവും. പക്ഷെ അവനൊരു കൂളുമില്ല, കൂളായിട്ട് തന്നെയാണ്. പക്ഷെ ഇതിൽ നിന്ന് അത് പുറത്ത് വിട്ടതാണ്. ഇവന്റെ കൂട്ടത്തില് ഇത് വീഡിയോ എടുക്കാൻ പറഞ്ഞ ഇവന്റെ സുഹൃത്ത്, ഇവന്റെ കൂട്ടം എപ്പോഴും അവൻ ഇതിന്റെ ചെറിയൊരു പീസ് എടുത്തിട്ടാണ് അവൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു സംഭവം വന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും അവനവന് കിട്ടുന്ന എങ്ങനെയാണ് എനിക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുന്നത്, അതാണ് സമാന്തര മീഡിയ. പിന്നെ ഈയിടെ വന്ന ഏറ്റവും വലിയൊരു ന്യൂസ് നമ്മൾ കണ്ടത് സിനിമാതരം ബാലയുടെ കല്യാണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാല ഒരു മനുഷ്യൻ ആദ്യത്തെ മോഹം ഡൈവോഴ്സായി, വീണ്ടും കെട്ടി, ഡൈവോഴ്സായി, വീണ്ടും കെട്ടി, ബാല ഇനിയും ഡൈവോഴ്സ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ബാലയുടെ വിവാഹം, ബാല ഡൈവോഴ്സ്, ബാലയുടെ ഇത് മാത്രമല്ല, അത് ഇതൊരു തരംഗമായിട്ടങ്ങ് മാറുകയാണ്. ഇനി ബാല ഡൈവോഴ്സ് ചെയ്താൽ എന്തുകൊണ്ട് ബാല ഡൈവോഴ്സ് ചെയ്യുമെന്നും പറഞ്ഞ് ഇവരെ മിക്കവാറും ബാലയുടെ ബെഡ്റൂമിൽ കയറി വീഡിയോ എടുക്കാൻ സാധ്യതയുണ്ടാവും. പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നല്ല തമാശയുള്ള സാധനങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. മലബാർ സൈഡിൽ എവിടെയോ ഒരു വോളിബോൾ ടൂർണമെന്റിന്റെ കമന്ററി. അതെടുക്കുന്ന സാധാരണ മനുഷ്യൻ, സാധാരണ നമ്മൾ വീഡിയോ എടുക്കില്ല, എല്ലാവരും കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ബാക്കിൽ നിന്ന് കമന്ററി കേൾക്കാം. ഇപ്പൊ രണ്ട് ക്വാർട്ടർ കഴിഞ്ഞാൽ ഒരു സെമി, അത് കഴിഞ്ഞാൽ ഒരു ഫുള്ള്, സോറി
അപ്പൊ നമുക്ക് ഭയങ്കര സാധാരണ ജനങ്ങളുടെ ചിരി. അതായത് ഇവനിങ്ങനെ ഈ പുള്ളിയുടെ ഓടിയാണ് 2 ക്വാർട്ടർ, അത് കഴിഞ്ഞ് ഒരു സെമി, പിന്നെ ഫുള്ള്. അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് അത് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സാധനമാണ്. കാരണം അത് ആൾക്കാർ എൻജോയ് ചെയ്യണം. പല സാധാരണ ഒരു ഹ്യൂമർ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേക്ക് അത് ജനം എൻജോയ് ചെയ്യണം. പിന്നെ അടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിനെതിരെ കംപ്ലൈന്റ് എടുത്ത് മീന മുനീർ ഒരു ഇത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പുള്ളി അവൈലബിൾ ആയിട്ട് ഇന്റർവ്യൂവിന് കിട്ടുമെന്ന് കണ്ടപ്പോഴാണ് അവർ നമ്മുടെ മാമക്കോയെ പറ്റി പറയുന്നു, ബാലേന്ദ്രമേനോനെ പറ്റി പറയുന്നു, ഇതെല്ലാം പറഞ്ഞ് ഒത്തിരി ആയപ്പോഴത്തേക്കും ഇതിന്റെ കോൺഗ്രസ് പറഞ്ഞാൽ അതിന്റെ കമന്റ് വായിക്കണം. അതിന്റെ അടിയിൽ അത് നേരാണ്, ചേച്ചി പറയുന്നതെല്ലാം കറക്റ്റാണ്, ചേച്ചിയുടെ മുഖത്തെ ഉറക്കക്ഷീണം കാണുമ്പോൾ അത് അറിയാൻ പറ്റും. അപ്പൊ ഇവര് എന്റർടൈൻ ചെയ്യണം. ഇങ്ങനെ എന്ത് പറയാനും ഈ സോക്കോൾഡ് സമാന്തര മാധ്യമം അവരിത് എന്റർടൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയ, മലയാളികളും സോഷ്യൽ മീഡിയ എല്ലാം അലമ്പായിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാര്യം. പിന്നെ ഈ കഴിഞ്ഞിടെ കണ്ട ഒരു സംഭവമാണ്, നാട്ടിലെന്തോ ഒരു അവാർഡ് ദാന ചടങ്ങ്, കലാപരമായ അവാർഡ് ദാന ചടങ്ങിൽ യേശുദാസ് പങ്കെടുക്കുകയുണ്ടായിരുന്നു. പക്ഷെ യേശുദാസ് വന്നില്ല. അപ്പൊ അവരവിടെ എന്തോ സൈബോർഡിൽ എഴുതി യേശുദാസ് ഡാളസിലായതിനാൽ പങ്കെടുക്കുന്നില്ല. അതൊരു സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിടുന്നത് യേശുദാസ് ഡയാലിസിസിലായതിനാൽ പങ്കെടുക്കുന്നില്ല, ഡാളസ് ഡയാലിസിസ് ആയി മാറി. ഇതിന് നല്ല ശക്തമായിട്ട് പ്രചരണം കണ്ടത് എൻ്റെ സുഹൃത്തും കലാകാരനും സിബി ഡേവിഡ്. സിബി നല്ല സ്റ്റൈലായിട്ടൊരു മറുപടി അതെല്ലാം അണ്ടർലൈൻ ചെയ്തിട്ട് കുറച്ചെങ്കിലും കോമൺ സെൻസ്, കുറച്ചെങ്കിലും വേണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതൊന്ന് വായിക്കണം. യേശുദാസ് ഡയാലിസിന് ചുമ്മാ ഒരു തിരുത്തം പിന്നീട് കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് എന്തും വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഭാഗ്യലക്ഷ്മിയെ പോലെ പ്രതികരിക്കണം. ഇത് നേരിട്ട് കണ്ട് കള്ളത്തരമാണെങ്കിൽ കള്ളത്തരമാണെന്ന് ചക്കിന് നേരെ നോക്കി പറയണം. സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കൊണ്ടുവന്ന ഏറ്റവും നമ്മളെ ലാൽ ജോസിന്റെ ക്ലാസ്മേറ്റ്സ് സിനിമ എല്ലാവരും കണ്ടത്. ആ കാലഘട്ടത്ത് സോഷ്യൽ മീഡിയ ഇല്ല. ആ ക്ലാസ്മേറ്റ്സ് സിനിമയാണ് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം എന്നും പറഞ്ഞത് ഒരു ഓട്ടത്തിന് തുടക്കമാണ്. പക്ഷെ ബന്ധപ്പെടാനായിട്ട് വകുപ്പില്ലായ്മ വാട്സപ്പ് ഇപ്പം കൂട്ടായ്മയും എല്ലാ കൂട്ടായ്മയും നമ്മുടെ 1980 ബാച്ച് ഇങ്ങനെ എല്ലാം വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷം. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇതിനകത്ത് വന്നൊരു കോമഡി, മൂവാറ്റുപുഴയിൽ 20 വർഷം മുമ്പത്തെ 10ാം ക്ലാസ്സിലെ പിള്ളേരുടെ കൂടി അതിന്റെ വാർത്ത വന്നതാണ്. പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം കഴിഞ്ഞപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു അമ്മയും പിതാവും, അതായത് ഫ്രണ്ട്സ്, അവർ ഒളിച്ചോടി പോയി. ദാറ്റ് മീൻസ് ഇതൊരു കൂട്ടായ്മ, ഇവർക്ക് വേറൊന്നുമില്ല. അപ്പോഴാണ് വേറെ പറഞ്ഞത് പഴയ ബന്ധങ്ങൾ ഇവർക്ക് തമ്മിൽ വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ ഒരു അവസരമാണ് ഇപ്പോഴും ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നവർ. എനിക്ക് ഏകദേശം സമയമായി. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന അയൽക്കം വഴക്കുകൾ, ഇടയ്ക്കിടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് തരുന്നതല്ലേ, അതെല്ലാം ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ അയൽക്കൊള്ളുന്ന ഒരു വായനാശീലം കൊണ്ട് അത് എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ ഒരു സഹോദരി കഴിഞ്ഞിട്ട് വന്നു, പുള്ളി കുറേ ദിവസം നിൽക്കേണ്ടത് അത്യാവശ്യം വായന ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു ചുമ്മാ ഇരിക്കുകയല്ല, സമയമുണ്ടെങ്കിൽ ഞാൻ നല്ല 2 ബുക്ക് തരാം. എന്തിനാണ് രാവിലെ വാട്സപ്പിൽ ഇന്ന് നോക്കിയപ്പോൾ നമുക്ക് വായിച്ചു നടക്കേണ്ട കാര്യമില്ല. അപ്പൊ നാട്ടിൽ എൻ്റെ വരുമത്തിൽ ഇപ്പം പ്രായമുള്ളവരെല്ലാം വാട്സപ്പ് അമ്മാവന്മാരെന്നാണ് വിളിക്കുന്നത്. കാരണം നമുക്കെല്ലാം കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം, ഒരുവിധം റിട്ടേൺ എന്നും നമുക്ക് ഓരോ വീഡിയോ അയച്ചുകൊണ്ടിരിക്കും. കാരണം അത് അവരുടെ ഹോബിയാണ്, അവർക്ക് വേറെ ഇതൊക്കെ നോക്ക് ഈ കാണുന്നെല്ലാം വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പള്ളിയിലൊക്കെ ഞാൻ ഒരു 2 വർഷം അനുഭവിക്കും. എന്നോട് പലരും ഓരോന്നൊക്കെ ഞാൻ ചോദിച്ചു, അപ്പോൾ വാട്സപ്പ് കണ്ടല്ലേ. അപ്പൊ ഇത് ആരാ ഇങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് പേരിട്ടൊന്നും ആ മഹാരാ സ്തുതിക്കണം. ഇത്രയും നല്ലൊരു വാക്കിന് കൊടുക്കാനില്ല. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ്. പിന്നെ ഇത് വന്നതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതായതുകൊണ്ട് പറ്റിപ്പോയത് സോക്കോൾഡ് മാധ്യമം, നമ്മൾ പറയുന്ന മനോരമ, ഇങ്ങനെയുള്ള പത്രങ്ങളുടെ എല്ലാം നിലവാരം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളും ഞാൻ സന്തോഷിൻ്റെ ജ്ഞാനഭാരം എന്ന ബുക്കിൻ്റെ തുടക്കത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയപ്പെടുന്ന ഒരാളുടെ മരണം കേൾക്കുമ്പോൾ ജീവിതം രക്ഷിച്ചിട്ട് ഓരോ നമ്മൾ അറിയാതെ മുന്നോട്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ സമാന്തര മാധ്യമം ഒരു നിലവാരത്ത് വരുമ്പോഴും ഈ സോക്കോള മാധ്യമങ്ങളുടെ നിലവാരം അവരറിയാതെ തന്നെ താഴ്ത്തു. കാരണം പിടിച്ചു നിൽക്കേണ്ടത്, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടത്, അതുകൊണ്ട് അവരുടെ നിലവാരത്തെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ സമയമില്ലാത്ത കാരണം ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുന്നു. നേരെ എൻ്റെ കേട്ടത് നന്ദി.